എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെന്റ് നിങ്ങൾക്ക് ഓഗസ്റ്റ് 11-ാം തീയതി വരെ, അതായത് ഓഗസ്റ്റ് 11-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത്? ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെക്കൻഡ് അല്ല തേർഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജ് കിട്ടിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുമോ? ഇതുപോലുള്ള സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ ടൈമിൽ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരവും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, LBSന്റെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത് തേർഡ് അലോട്ട്മെന്റ് ശേഷമാണ്. തേർഡ് അലോട്ട്മെന്റ് ശേഷമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീസ് അടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു കാര്യമായിരുന്നു, എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടി, ഞാൻ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്തു. അങ്ങനെ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്ത ശേഷം എനിക്ക് തേർഡ് അലോട്ട്മെന്റ് വേറെ കോളേജ് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് നിലവിലെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ ഉത്തരം ആദ്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കിപ്പോൾ 5-ാമത്തെ ഓപ്ഷനാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യേണ്ടത്, അവിടെ ഞാൻ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യണം. ടോക്കൺ ഫീ പേയ്മെന്റ് നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് പേജിൽ തന്നെ മെയ്ക്ക് പേയ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചലാൻ വഴിയാണ് ഫീ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേയ്മെന്റ് മോഡിൽ ചലാൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ചലാൻ പ്രിന്റ് എടുത്ത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതിൽ ആ ഒരു ചലാനിൽ എത്ര രൂപയാണ് നിങ്ങൾ ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ ഫീ പേയ്മെന്റിന്റെ റെസീറ്റ് വന്നിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾ ബാങ്ക് വഴിയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷമായിരിക്കും നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇപ്പോൾ ഫീ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സീറ്റ് കൺഫേം ആണോ എന്ന് ചോദിച്ചാൽ കൺഫേം ആണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ്, അത് നിങ്ങൾക്ക് നിലവിൽ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിൽ മറ്റു ഓപ്ഷനുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ആദ്യം അടച്ച ടോക്കൺ ഫീ പേയ്മെന്റ് പുതുതായിട്ട് കിട്ടിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ചെയ്യുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ മതി എന്നുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റ് എനിക്ക് താല്പര്യമുണ്ട്, എന്നിരുന്നാലും എനിക്ക് അടുത്ത തേർഡ് അലോട്ട്മെന്റ് ഒന്ന് നോക്കിയാൽ മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഹയർ ഓപ്ഷൻ നിലനിർത്താവുന്നതും നിലവിൽ കിട്ടിയ സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി ടോക്കൺ ഫീസ് അടക്കാവുന്നതുമാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ അടച്ച ടോക്കൺ ഫീസ് എനിക്ക് വേറെ കോളേജിൽ ഞാൻ അഡ്മിഷൻ നേടുകയാണെങ്കിൽ തിരിച്ച് കിട്ടുമോ എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ടോക്കൺ ഫീസ് അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞ ശേഷമാണ് റീഫണ്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ഏകദേശം ഒരു അതായത് ഏകദേശം 3 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ മാത്രമേ റീഫണ്ട് കിട്ടുകയും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സേവിങ് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. റീഫണ്ട് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ട് ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ടോക്കൺ ഫീ പേയ്മെന്റ് അടക്കേണ്ടതില്ല. കാരണം നിങ്ങൾ ഇവിടെ അടച്ച ടോക്കൺ ഫീസ് പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലവിലെ ആ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിലേക്കായിരിക്കും ഉണ്ടാവുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, അഡ്മിഷന്റെ ഈ ഒരു അലോട്ട്മെന്റ് മെമ്മോ എപ്പോഴാണ് കിട്ടുക എന്നുള്ളത്. അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് ശേഷമാണ് കിട്ടുക. നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് പേജിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയുടെ ലിങ്ക് വരുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ആ ഒരു പേജിലാണ് സാധാരണ അതിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ആ ഒരു ഘട്ടത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതും ആണ്. തേർഡ് അലോട്ട്മെന്റ് ശേഷം മാത്രമാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നേരത്തെ ആ ഒരു വിദ്യാർത്ഥി ചോദിച്ച ഒരു സംശയത്തിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയ, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഇനിയിപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഇവിടെ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റ് അവിടെ തന്നെ തുടരുന്നതായിരിക്കും. ആ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടി നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെന്റ് അടച്ച സീറ്റ് നിങ്ങൾക്ക് അവിടെ തുടരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ടോക്കൺ ഫീസ് അടക്കേണ്ട. ഒരു വിദ്യാർത്ഥി അലോട്ട്മെന്റ് കിട്ടിയാൽ ഒരു തവണ മാത്രമേ ഈ ഒരു ടോക്കൺ ഫീസ് അടക്കേണ്ടതായിട്ടുള്ളൂ.
ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന് ശേഷം അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അലോട്ട്മെൻറ്റ് ഉണ്ട്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ട്, സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് ഇതിൽ ഏത് അലോട്ട്മെൻറ്റിലാണോ ഏറ്റവും അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിലാണ് നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ആയി പോകും. എന്നാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. നിലവിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അപ്പോൾ NOC സർട്ടിഫിക്കറ്റ് എല്ലാ കോളേജിലും തരില്ല. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ തരും, ബാക്കിയുള്ള കോളേജ് തരാനുള്ള ചാൻസ് കുറവാണ്. പല കോളേജും ഈ ഒരു NOC കൊടുക്കാറില്ല. അപ്പോൾ ഈ ഒരു പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു കോളേജിൽ നിന്ന് NOC വാങ്ങിക്കണം. എല്ലാ കോളേജും NOC കൊടുക്കില്ല. അപ്പോൾ എല്ലാ കോളേജും NOC ഒന്നും തരില്ല. അപ്പോൾ ഗവൺമെൻറ് കോളേജാണ് സി പാസ്, സിമെറ്റ്, ക്യാപ്പ് ഇതുപോലുള്ള കോളേജൊക്കെ NOC തരും. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജ് സാധാരണയിൽ എല്ലാ കോളേജും NOC കൊടുക്കാറില്ല. അതുപോലെ NOC കൊടുക്കുന്ന കോളേജ് ഇമെയിലായിട്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് NOC അയച്ചു തരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് NOCയുടെ കാര്യം. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടുന്ന ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. ആ ഒരു രീതിയും ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം കിട്ടിയ കോളേജ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ കിട്ടിയ സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷൻസ് വേണ്ടാത്ത ഓപ്ഷനെ റിമൂവ് ചെയ്യാവുന്നതും റിമൂവ് ചെയ്ത ശേഷം നിർബന്ധമായിട്ടും സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സേവിൽ ക്ലിക്ക് ചെയ്യാതെ കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ റിമൂവ് ചെയ്ത വിദ്യാർത്ഥികൾ സേവ് ചെയ്യാത്തത് കാരണം തന്നെ ആ ഒരു വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി എന്നുള്ള വിദ്യാർത്ഥികൾ ഓപ്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും സേവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതും സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ലിസ്റ്റിൽ നിന്നും ആ ഒരു കോളേജുകൾ റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടതുമാണ്. അതുപോലെ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കാരണം തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമേ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ കോളേജിൽ അടക്കേണ്ട ഫീസ് എത്രയാണെന്നുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീസായിട്ട് 23,170 രൂപ അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് മതി. ഇനി PTA ഫണ്ട്, അതുപോലെ യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ ഇതുപോലെ ഫീസ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ പിന്നീട് അഡ്മിഷൻ ടൈമിൽ അടച്ചാൽ മതിയാകും. ഇനി അടുത്തതായിട്ടുള്ളത് SC ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയാലാണ്. SC ST അതുപോലെ OEC വിഭാഗം എന്ന് വെച്ചാൽ അതിൽ ഫിഷർമാൻ രജിസ്ട്രേഷനുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. ഇവർ 1000 രൂപ മാത്രമാണ് നിലവിൽ ടോക്കൺ ഫീസായിട്ട് അടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ ടൈമിൽ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ഫീസൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ PTA ഫണ്ട്, യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ ഇതിനൊക്കെ ഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫീസ് വരത്തുള്ളൂ. SC ST OEC വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഫ്രീ ആയിരിക്കും. ഗവൺമെൻറ് കോളേജിൽ ഹോസ്റ്റൽ എല്ലാ കോളേജിലും ഈ ഒരു ഹോസ്റ്റൽ ലഭ്യമാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ളത് സി പാസ്, സിമെറ്റ് ആ ഒരു കോളേജാണ്. അപ്പോൾ അതുപോലെ ക്യാപ്പ്, അതുപോലെ തന്നെ സി പാസ്, സിമെറ്റ് അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സി പാസ്, സിമെറ്റ്, ക്യാപ്പ് ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. അപ്പോൾ ഈ ഒരു കോളേജിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി, ജനറൽ എന്ന് വെച്ചാൽ SC ST OEC അല്ലാതെ ഏതൊരു വിദ്യാർത്ഥിയും ജനറൽ കാറ്റഗറിയാണ്. അതുപോലെ നിങ്ങൾ ഫീ കൺസെഷൻ്റെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും അവരെ ജനറൽ കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥി നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് 25,000 രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടക്കുന്നത്. അഡ്മിഷൻ ടൈമിൽ ഏകദേശം നിങ്ങൾ 86,000 രൂപ, അതായത് 86,500 രൂപ നിങ്ങൾ ട്യൂഷൻ ഫീസ് ഇനത്തിലും 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. ടോട്ടലായിട്ട് നിങ്ങൾക്ക് ആകെ ഈ ഒരു ടോക്കൺ ഫീസ് ഉൾപ്പെടെ ഫീസ് വരുന്നത്, അതായത് ടോക്കൺ ഫീസ് കൂട്ടാതെയുള്ള ഫീസാണ് 86,500ഉം 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റും. കോഷൻ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് പിന്നീട് തിരിച്ചു കിട്ടും. ഇനി അതുപോലെ തന്നെ SC, അതുപോലെ തന്നെ ST, അതുപോലെ തന്നെ OEC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഉള്ളതുകൊണ്ട് തന്നെ 1000 രൂപ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീസായിട്ട് അടക്കുന്നത്. അഡ്മിഷൻ ടൈമിൽ ഒരു 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് അടച്ചാൽ മതി. അത് പിന്നീട് അഡ്മിഷൻ നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് 4 കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ട് 10,000 രൂപ റീഫണ്ട് കിട്ടുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ ഇതുപോലെ ഫീസ് എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് 25,000 രൂപയായിരിക്കും ടോക്കൺ ഫീസായിട്ട് അടച്ചിട്ടുണ്ടാവുക. ഇനി ഈ ഒരു വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ട ഫീസ് 86,500 രൂപയും അതുപോലെ തന്നെ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആണ്. ഇത്രയുമാണ് അടക്കേണ്ടത്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ അതായത് അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ തന്നെ ഇപ്പോൾ SC ST വിഭാഗം വിദ്യാർത്ഥികളാണ്. അതായത് SC ST അതുപോലെ തന്നെ OEC വിഭാഗം വിദ്യാർത്ഥികളാണ്
എങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ 1000 രൂപയായിരിക്കും നിലവിൽ ഇപ്പോൾ ടോക്കൺ ഫീസായിട്ട് അടച്ചിട്ടുണ്ടാവുക. നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ഏകദേശം ഒരു 95,000 രൂപയും അതിൻ്റെ കൂടെ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റും ടോട്ടലായിട്ട് ഏകദേശം 1,05,000 രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ അതുപോലെ ട്രാവലിംഗ് ഇതുപോലുള്ള ഫീസ് എല്ലാവർക്കും ഒരേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. ഇത് ആദ്യ വർഷത്തെ ഫീസ് മാത്രമാണ്. രണ്ടാം വർഷം ഈ ഒരു ഫീസിൽ വളരെ കുറവുണ്ടായിരിക്കും. അതായത് സ്പെഷ്യൽ ഫീസിലും കുറവുണ്ടാകും. അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് രണ്ടാം വർഷം ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ്, സിപാസ്, സിമറ്റ് ഇതുപോലുള്ള കോളേജിലാണെങ്കിൽ രണ്ടാം വർഷം ഏകദേശം 95,000 രൂപയാണ് ഫീസ് വരുള്ളൂ. ഗവൺമെൻറ് ആണെങ്കിൽ ഫീസ് വളരെയധികം കുറവാണ്. ഈ ഒരു 23,150 രൂപ രണ്ടാം വർഷം ഫീസ് വരില്ല. ഇതിലും വളരെയധികം കുറഞ്ഞ ഫീസായിരിക്കും രണ്ടാം വർഷം ഫീസ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.